നിർണായക രാഷ്ട്രീയ തീരുമാനം പ്രഖ്യാപിച്ച ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ജന്മനാട്ടിലേക്ക് മടങ്ങും. ഏത് പ്രത്യാഘാതവും നേരിടാൻ തയ്യാർ. ജനങ്ങൾ കഷ്ടപ്പെടുമ്പോൾ മാറി നിൽക്കാനാകില്ല. അധികാരം നഷ്ടമായതിനു ശേഷമുള്ള ആദ്യ വാർത്താ സമ്മേളനത്തിൽ ഷെയ്ഖ് ഹസീനയുടെ പ്രഖ്യാപനം. രാഷ്ട്രീയാഭയം നൽകിയ മോദി സർക്കാരിന് നന്ദി പറഞ്ഞ ഹസീനയുടെ മകൻ. പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും എവിടെയെന്ന് പ്രതിപക്ഷം. ഇരുവരുടെയും അസാന്നിധ്യം ഉയർത്തിക്കാട്ടി പ്രതിഷേധം. മണ്ഡല പുനർമൂല്യനിർണ്ണയവുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ട്. സമ്മേളനം നീട്ടിയേക്കും. ശബരിമല നെയ്യ് ക്രമക്കേട് അന്വേഷിക്കാൻ പ്രത്യേക സംഘം. വിജിലൻസ് എസ്പി MJ സോജൻ നേതൃത്വം നൽകും. 5 വിജിലൻസ് ഇൻസ്പെക്ടർമാർ സംഘത്തിൽ. പട്ടിക ഹൈക്കോടതിക്ക് കൈമാറി സർക്കാർ. 1 മാസത്തിനുള്ളിൽ റിപ്പോർട്ട് നൽകണമെന്ന് കോടതി. ഹെലികോപ്റ്റർ യാത്രാ വിവാദത്തിൽ വഴുതി മാറി വീണ്ടും മുഖ്യമന്ത്രി. അടിയന്തര യാത്ര വേണ്ടി വന്നത് നിക്ഷേപകരെ കാണാനെന്ന മറുപടിയിൽ തിരുത്ത്. കൊച്ചിയിൽ പോയതുകൊണ്ടാണ് നിക്ഷേപകരെ കണ്ടതെന്ന് വിശദീകരണം. അല്ല, രഹസ്യമായി ചിലരെ കാണേണ്ടി വരും, അല്ലാതെയും കാണേണ്ടി വരും. ചിലപ്പോൾ മുഖ്യമന്ത്രിയെ ഇവിടെ വന്ന് കാണും. ഞാൻ അന്ന് വൈകുന്നേരം എറണാകുളത്തുള്ളതുകൊണ്ട് എറണാകുളത്ത് കാണാമെന്ന് പറഞ്ഞാൽ ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ അവസ്ഥ. നിങ്ങൾക്ക് നമ്മുടെ സംസ്ഥാനത്തെ ബാധിക്കുന്ന ഗൗരവതരമായ പ്രശ്നങ്ങളുള്ളപ്പോൾ ഇതുപോലത്തെ കുറെ കാര്യങ്ങൾ വിവാദമാക്കാൻ താല്പര്യം. പുനർജനി പദ്ധതിയിൽ ക്ലീൻ ചിറ്റ് നൽകിയത് പിണറായി സർക്കാരെന്ന് സതീശൻ. സതീശനെതിരെ സമരം ആരംഭിച്ച CPM. നാളെയും മഴ തുടരും. 7 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. മഴക്കെടുതിയിൽ മരണം 26ആയി. 462 ദുരിതാശ്വാസ ക്യാമ്പുകൾ. ഫ്ലഡ് മാപ്പിംഗിലൂടെ രാജ്യത്തിന് മാതൃകയാകുന്ന ദുരന്ത നിവാരണ സംവിധാനം നടപ്പിലാക്കുമെന്ന് മുഖ്യമന്ത്രി. അങ്ങനെ ആർക്കെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ ഔപചാരികമായിട്ട് പറയുന്നു, ഞാൻ ഖേദം പ്രകടിപ്പിക്കുകയാണ്. ആർക്കെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല. അധിക്ഷേപ പരാമർശത്തിൽ ഖേദം പ്രകടിപ്പിച്ച CP ജോൺ. സ്ത്രീകളെക്കുറിച്ചുള്ള പരാമർശം പാടില്ലായിരുന്നു. സൗജന്യ യാത്ര ഔദാര്യമല്ല, അവകാശമെന്നും ഗതാഗത മന്ത്രി. വിശദീകരണത്തോടെ വിവാദം അവസാനിച്ചെന്ന് മുഖ്യമന്ത്രി. ബംഗാളിലെ മോസ്കുകളിൽ കോളാമ്പി സ്പീക്കറുകൾ നീക്കം ചെയ്ത സർക്കാർ. നടപടി മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയുടെ നിർദ്ദേശപ്രകാരം. നടപ്പിലാക്കിയത് സുപ്രീം കോടതി വിധിയെന്ന് വിശദീകരണം.